ഉത്രാടം നാളുകാർക്ക് ഇപ്പോഴത്തെ സമയം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. മീനത്തിലാണ് ശനി, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങത്തിൽ കേതു, കുംഭത്തിൽ രാഹു. ഇങ്ങനെയുള്ള ഗ്രഹനിലയാണ് താൽക്കാലികമായിട്ടുള്ളത്. ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ശരിയാകണമെന്നൊന്നുമില്ല. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടയുണ്ട്. സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ ഇതൊക്കെ വരാം. ജോലിയിൽ പല തടസ്സങ്ങളും ഉണ്ടാകാം. നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഒട്ടും ഗുണമില്ലാത്ത മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചില ലക്ഷ്യങ്ങൾ നേടാൻ അതേസമയം സാധിക്കും. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. വളരെ കരുതലോടെ പ്രവർത്തിക്കുക. പുതിയ പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ സാഹചര്യം നന്നായി പഠിച്ചു വേണ്ടത് ചെയ്യണം. ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടില്ലാത്ത ബിസിനസ് മേഖലയിൽ നിങ്ങൾ പ്രവേശിക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾ വിശദമായി വിലയിരുത്തി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ അത് സാധിക്കും. അതേസമയം അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധ വെച്ചു പുലർത്തണം. നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കൊണ്ട് പല ബുദ്ധിമുട്ടുകളും വരാം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജോലിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കാൻ ഇടയുണ്ട്. കച്ചവടക്കാർ വളരെ ശ്രദ്ധിക്കുക. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കാൻ കരുതലോടെ പരിശ്രമിക്കേണ്ടതാണ്. കുട്ടികൾ പഠനകാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഗൃഹത്തിൽ എല്ലാ ദോഷ ശാന്തിയും കൈവരുന്നതിനും അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായിട്ട് സമഗ്രമായ ഒരു മഹാസുദർശന കലശം പൂജ ചെയ്ത് സ്ഥാപിക്കുന്നത് ഗുണം ചെയ്യുന്നതാണ്. അതോടൊപ്പം നിങ്ങളുടെ ജാതകത്തിലെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതി കണ്ടെത്തി പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാലങ്ങളൊക്കെ അറിഞ്ഞ് വിശദമായി ഏറ്റവും നല്ല പരിഹാരം ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണം ചെയ്യും.